ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയേക്കുന്ന ഒരു ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷനുള്ളവർ. ഇച്ചിരി പാടാണ് ഡിപ്രസ്ഡ് ക്ലയൻസിനെ ട്രീറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരുന്ന വേറൊരു കാര്യം, ഇപ്പോൾ എല്ലാവരും സങ്കടമാണെന്ന് പറയുമ്പോഴേക്കും എന്തൊരു ചെറിയ സങ്കടം വരുമ്പോഴേക്കും പറയും ഞാൻ ഡിപ്രഷനിലാണെന്ന്. സത്യം പറഞ്ഞാൽ ഒരു ഡിപ്രഷനിലൊന്നും അല്ലായിരിക്കും. പക്ഷേ ശരിക്കും ഡിപ്രഷനിലുള്ളവർ അവർ ഡിപ്രഷനിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ചിലർക്ക് പറ്റാറില്ല. ശരിക്കും അപ്പോൾ എന്താ ഡിപ്രഷൻ, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതെങ്ങനെ എല്ലാവരിലും വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു വീഡിയോ ഇന്നത്തെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഡിപ്രഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ അതിൻ്റെ സിംറ്റംസ് എന്നൊക്കെ. സോ ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു മൂഡ് ഡിസോർഡർ, അതായത് നമ്മുടെ മൂഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ അങ്ങനെ മൂഡിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതി, നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു രീതി, നമുക്ക് മറ്റുള്ളവരോട് നമ്മളുള്ളൊരു പെരുമാറ്റം, നമ്മൾ അവരെ കാണുന്ന ഒരു രീതി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഒരു മോശമായ ഒരു ദിവസത്തേക്കാളും പാടാണ് ഡിപ്രഷൻ ഉള്ളവർക്ക്. ഇപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹോപ്പ്ലെസ്നെസ്, ഒരു ഹോപ്പില്ലാത്തൊരവസ്ഥ, ഒരു ഗിൽറ്റി ഫീലിംഗ്, എല്ലാത്തിനോടും ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, പിന്നെ ഒന്നും ഓർത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, എല്ലാം മറന്നു പോകുന്നൊരവസ്ഥ, പുതിയൊരു കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലായ്ക, പിന്നെ ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ, പിന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, റൂമിൻ്റെ പുറത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ, ദേഷ്യം, ഇറിറ്റേഷൻ, ഇങ്ങനത്തെ കുറേ സിംറ്റംസ് ഉണ്ട് അതിന്. പക്ഷേ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംറ്റം എല്ലാവരിലും ഡിഫറെൻറ്റ് രീതിയിലാണ് വരുന്നത്. അതായത് വുമൻസിലും മെന്നിൽ, കുട്ടികളിൽ, പ്രായമായവരിലൊക്കെ ഡിഫറെൻറ്റ്. ഇപ്പം മെൻസിൽ എങ്ങനെയാണ് അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, ഇറിറ്റേഷനൊക്കെ ആയിരിക്കും ബോയ്സിലൊക്കെ വരും. അപ്പോൾ നമ്മൾ ആണുങ്ങളിൽ അങ്ങനെ ഒരു സിംറ്റം വരുമ്പോൾ അത് ഡിപ്രഷൻ ആണോ എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെയൊക്കെ വിചാരം സങ്കടമാണ് ഡിപ്രഷൻ. പക്ഷേ ഈ ദേഷ്യം, ഇറിറ്റേഷനൊക്കെ അവർ കാണിക്കുന്നത് ഒരു ഡിപ്രഷൻ സിംറ്റംസ് ആകാം. നമുക്ക് മനസ്സിലാവത്തില്ല പെട്ടെന്ന്. അതേപോലെ തന്നെ കുട്ടികളിലും പ്രായമായവരിലും മൂഡിൽ ചേഞ്ചസ് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കുട്ടികളാകുമ്പോൾ ഒരു വലുതാവുന്നതിൻ്റെ ഡിഫറൻസസ് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രായമായവർ ഒരു പ്രായം ആയതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നതാകാം ആ ഒരു മൂഡിൽ വേരിയേഷൻസ് വരുമ്പോൾ. അല്ല വുമൻസ്, ഗേൾസിലൊക്കെ ആണെങ്കിലോ ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ, ഒരു സാഡ്നെസ്, ഒരു സങ്കടം, കരയുന്നത്, റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ നോക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒന്നിലും സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് ഡിപ്രഷൻ വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു സിംറ്റംസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാലാണ് നമുക്കത് ഓക്കെ നമ്മൾ ഇതിലൂടെയാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതിന് വേണ്ട പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ട പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഈ സിംറ്റംസ് ഒക്കെയെല്ലാം വരാം, പക്ഷെ അത് ലോങ് ലാസ്റ്റിംഗ്, കുറേ നാൾ ഇതിന് നീണ്ടു നിൽക്കുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോയിൽ ട്രീറ്റ്മെൻറ്റ്സ് ഓപ്ഷൻസ് പറയും.